ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ മോഡൽ തന്നെ ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സെൻറ്റിമീറ്റർ. ഏരിയ 5 സെൻറ്റിമീറ്റർ ആയിക്കൊണ്ട് നമ്മളൊരു സ്ക്വയർ വരയ്ക്കണം ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. ഇത് 3 രീതിയിൽ നമ്മൾ ഇതേ രീതിയിൽ ഏരിയ 5 സെൻറ്റിമീറ്റർ ആക്കി സ്ക്വയർ വരയ്ക്കണം. ആദ്യം നമുക്ക് നോക്കാം. ഏരിയ 5 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് √5 വേണം അല്ലേ. ഇവിടെ √5 വന്ന √5 ഇൻറ്റു √5 വന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 5 വരും. ഇനി നമ്മൾ ഇതനുസരിച്ച് നമ്മൾ സർക്കിളിനകത്ത് ഏരിയ 5 വന്നു. അപ്പോൾ നമ്മൾ സൈഡ് ഈ √5 വന്നു. സൈഡ് √5 വന്നെങ്കിൽ നമ്മൾ റൂൾ അനുസരിച്ച് എങ്ങനെ എഴുതാം? PX ഇൻറ്റു PY ഈക്വൽ ടു PC വരും. അപ്പോൾ PC സ്ക്വയർ എന്ന് പറഞ്ഞാൽ PX ഇൻറ്റു PY വരണം. PC സ്ക്വയർ ഈക്വൽ ടു എന്താ മക്കളെ? PX ഇൻറ്റു PY വരും. അതായത് നമ്മളൊരു ഡയമീറ്ററിൽ കൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ലൈൻ ഡയമീറ്ററിനെ രണ്ടായി കട്ട് ചെയ്യുന്ന ആ പോയിന്റും തമ്മിലുള്ള പ്രോഡക്റ്റ് PX ഇൻറ്റു PY എന്ന് പറയുന്നത് ഈ PC സ്ക്വയറിനോട് ഈക്വൽ ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, ഈ PC √5 അല്ലെങ്കിൽ ഇത് എന്തായിരിക്കണം? ഇതിൻ്റെ പ്രോഡക്റ്റ് ഏതൊക്കെ വരണം? ഇത് 5ഉം ഒരെണ്ണം 1ഉം വന്ന ഈ ഒരു ഡിസ്റ്റൻസ് 5ഉം ഇത് 1ഉം വന്ന പ്രോഡക്റ്റ് നമുക്ക് എന്താ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അങ്ങനെയാണെങ്കിൽ PC √5 വരും. √5 വന്നാൽ ഇവിടെ നമ്മൾ ഫോം ചെയ്യുന്ന സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ 5 ഇൻറ്റു √5 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ വരച്ച അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം എന്താണ്? 5 സെൻറ്റിമീറ്റർ ലെന്തിൽ നമ്മളൊരു ഡിസ്റ്റൻസ് എടുക്കുക. അതായത് 5 1 6 ഒന്നിച്ചെടുത്താൽ മതി. ഇവിടെ 5 1 6. അപ്പോൾ 5 1 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ ആദ്യമേ നമ്മൾ വരച്ചു. 5 1 6. ഈ ലൈൻ ഇച്ചിരി വേണമെങ്കിൽ നീട്ടിയിടാം കേട്ടോ. പിന്നീട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇത് വരയ്ക്കുമ്പോൾ തന്നെ ഇച്ചിരി അങ്ങ് നീട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? ഇത് 5 സെൻറ്റിമീറ്ററും 6ഉം. ഇത് 5 സെൻറ്റിമീറ്റർ ഇവിടെ വരും. 5 സെൻറ്റിമീറ്റർ ഇവിടെ വരും. പിന്നെ അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ വരും. ഇനി ഇതിൻ്റെ രണ്ടിനെയും മിഡിലും കൂടെ എടുക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡ് പോയിന്റ് വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ മിഡിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് 1 സെൻറ്റിമീറ്റർ വരും. ഇത് 5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇതും കൂടെ നമ്മൾ ചുമ്മാ ലൈൻ ഒന്ന് നീട്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇവിടെ തൊട്ട് ഇവിടം വരെ 5 സെൻറ്റിമീറ്റർ, ഇവിടം തൊട്ട് ഇവിടം വരെ 1 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്താ ചെയ്യണം? ഇതിൻ്റെ മിഡിൽ പോയിന്റിൽ വെച്ച് നമ്മൾ സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ മിഡിൽ പോയിന്റിൽ വെച്ച് സെമി സർക്കിൾ വരയ്ക്കാനായിട്ട് നേരെ 5ൻ്റെയും ഇതിൻ്റെ 6ൻ്റെ പകുതി എടുത്ത് 3 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ ആദ്യം വരച്ചോണം തന്നെ 3 സെൻറ്റിമീറ്ററിൽ സെമി സർക്കിൾ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ സെമി സർക്കിൾ വരച്ചു. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ ചെയ്യണം? നമ്മൾ ആദ്യം ഈ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇനി എന്നിട്ട് ഈ 5ലും 1ലും വെച്ച് നമ്മളത് മാർക്ക് ചെയ്തു. ഇവിടെ വരെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ. മൊത്തം 6 ആവുമ്പോൾ അതിൻ്റെ നേർ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 വരും. അപ്പോൾ 3 റേഡിയസ് ഇവിടെ 3 മാർക്ക് ചെയ്തിട്ട് ആ 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മൾ സെമി സർക്കിൾ വരയ്ക്കണം. ആ സെമി സർക്കിൾ വരച്ചതിന് ശേഷം ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതുണ്ട്, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ നേരെ ലൈൻ വരയ്ക്കുക. അപ്പം നമുക്കിത് എത്രയാണ്? √5 ഇവിടെ വരും. ഈ വന്നിരിക്കുന്ന പോയിന്റ് അനുസരിച്ച് കറക്റ്റ് √5 വരും. ഇനി ഈ √5 നമ്മൾ വരാൻ പാകത്തിന് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ആർക്ക് വരച്ചെടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പം നമ്മൾ നേരെ നീട്ടി വരച്ചുകൊണ്ട് എന്താണ് നമുക്ക് എളുപ്പമുണ്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ നേരെ ഒന്ന് നീട്ടി വരച്ചു, ഇവിടെ മാർക്ക് ചെയ്തു. നേരെ പോയിന്റ് കുത്തി ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അതേ പോയിന്റിൽ വെച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അതേ പോയിന്റിൽ ഇവിടെ എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ആർക്ക് വരച്ച് നമ്മൾ ഓരോന്നും ആർക്ക് വരച്ച് തന്നെ മാർക്ക് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് സ്ക്വയർ വരച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് എന്താണ്? √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ വരും. അപ്പോൾ ഇവിടെ √5. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫിഗറായി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നീട്ടിയെടുത്താൽ വലിയ ഫിഗറായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് ഏരിയ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താണ്? സൈഡ് √5 വരും. അപ്പോൾ ഇവിടെ √5 ഇവിടെ √5 ആണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √5 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അപ്പോൾ നമ്മൾ സർക്കിളിനകത്ത് എങ്ങനെ വരും? ഈ √5 അല്ലെങ്കിൽ ഈ ലെന്താണ് √5 വരും. അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 1ഉം വരണം. നമ്മുടെ റൂൾ അനുസരിച്ച് എങ്ങനെയാണ്? PC സ്ക്വയർ ഈക്വൽ ടു PX ഇൻറ്റു PY വരും. അപ്പോൾ 5 ഇൻറ്റു 1 5 വരും. അപ്പോൾ PC സമം √5 വരും. അപ്പോൾ നമ്മൾ ആദ്യമേ 6 സെൻറ്റിമീറ്റർ 5 1
6 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരയ്ക്കും. ഇച്ചിരി ലൈൻ ഒന്ന് നീട്ടി വേണമെങ്കിൽ നീട്ടിയിട്ടുകൊള്ളുക. നീട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പിന്നീട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 5 ഇവിടെ മൊത്തത്തിൽ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ആദ്യം ലൈൻ വരച്ചിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്തു. 5 1 ഡിവൈഡ് ചെയ്തു. ഇവിടെ 5 ഇവിടെ 1. എന്നിട്ട് ഈ 6 സെൻറ്റിമീറ്റർ നേരെ പകുതി 3 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്ത് സെമി സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ സെമി സർക്കിൾ ഈ 5 ഒന്നും കൂടെ ജോയിൻ ചെയ്യണം, ഈ കട്ട് ചെയ്യണം, ഈ ലൈൻ നമ്മൾ വരച്ചെടുക്കുക. ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്തായി ഏരിയയിലുള്ള 5 സെൻറ്റിമീറ്റർ ഏരിയയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന 5 സെൻറ്റിമീറ്റർ ഏരിയയിലുള്ള സ്ക്വയറായി. ഇനി ഇത് 2 രീതിയിലൂടെ വരയ്ക്കണം. 3 ഡിഫറെൻറ്റ് വേയ്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ 2 രീതിയിലും കൂടെ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം നമുക്ക്. 5 സെൻറ്റിമീറ്റർ ഏരിയ വരാമത്തിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ നമുക്ക് ചെയ്യണം. ഇവിടെ നോക്കാം, നമുക്ക് ഈ √5 ഒരു സൈഡ് വരണമെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ √5 വരാമെന്ന്. ഇവിടെ ഈ ഒരു സൈഡ് √5 നമുക്ക് വരണം. ഇവിടെ √5 വരണമെങ്കിൽ ഏതൊക്കെ സൈഡ് എങ്ങനെയാണ് വരണം മക്കളെ? ഇത് കാരണം ഇതിൻ്റെ സ്ക്വയർ, ഈ 2 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണിത് അല്ലേ? അങ്ങനെയാണ് ഇവിടെ 2 വരികയും ഇവിടെ 1 വരികയും ചെയ്ത 2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു സൈഡ് 2ഉം ഒരു സൈഡ് 1ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, 2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ അത് 4 + 1 വരും. അപ്പോൾ √5 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നോക്കണം, √5 വരണമെങ്കിൽ ഏതൊക്കെ നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ് സ്ക്വയർ ചെയ്യുമ്പോഴാണ് പൈതഗോറസ് തിയറം അനുസരിച്ച് 5 തന്നെ നോക്കണം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, 1ൻ്റെ സ്ക്വയർ എന്താണ് 1 ആണ്. അപ്പോൾ 4 1 5 വരും. നമുക്ക് ഹൈപ്പോട്ടനസ് 5 ആയിട്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. അപ്പം ഈ √5 ഈ സൈഡാണ് നമുക്കിപ്പോൾ നമ്മൾ പേര് കൊടുത്ത ABC എന്ന് പേര് കൊടുത്ത AC ഡിസ്റ്റൻസ് ആണ് എന്താണ് ഒരു സ്ക്വയറിൻ്റെ സൈഡാക്കി എടുത്ത് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്, സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ആദ്യമേ ഒരു ലൈൻ വരയ്ക്കുക. ആദ്യം ഫസ്റ്റ് വൺ നമ്മൾ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനി എന്താണ് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് വരയ്ക്കുക. 2 സെൻറ്റിമീറ്റർ നമ്മൾ മുകളിലോട്ട് വരച്ചു. ഇവിടെ നമ്മൾ 2 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നേരെ മാറിപ്പോകാതെ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. ഇവിടെ നമ്മൾ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. ഇനി ഇവിടെ നോക്കിയേ, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു √5 ആയിരിക്കും. ഇത് √5 വരും. ഇനി നമുക്ക് ഇതെന്താണ്, ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്താണ് ഇതിൻ്റെ സ്ക്വയർ വരയ്ക്കണം. അങ്ങനെ സ്ക്വയർ വരയ്ക്കാൻ നേരത്ത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ വരച്ചാൽ മതി. നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഇവിടെ വെച്ച് നേരെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ വെച്ച് ഇതിന് ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കറക്റ്റ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം നമ്മൾ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെയൊന്നങ്ങ് നമ്മൾ നീട്ടിയെടുത്താൽ മതി. നേരെ വരച്ചിട്ട് ലൈനിൽ വെച്ച് വരച്ചിട്ട് ഇതൊന്നങ്ങ് നീട്ടിയെടുക്കുക, നീട്ടി വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ വരച്ച് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ഇവിടെ വെച്ച് ഇത് നീട്ടി വരയ്ക്കുക. ഈ 2 ലൈൻ നേരെ നീട്ടി വരച്ചതിന് ശേഷം നമുക്കറിയാം കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ആർക്ക് വരച്ച് എന്താണ് ഈ √5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ് നേരെ എടുക്കുക. ഈ ഡിസ്റ്റൻസ് നീട്ടിയെടുത്ത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വെച്ച് ഇത് ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു, ഇത് ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഈ 2 ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് √5 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു ഏരിയ സ്ക്വയറുകളിലായിരിക്കും നേരെ ജോയിൻ ചെയ്യും. ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ ഇപ്പോൾ √5 ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √5 × √5 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പം ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഇതിൻ്റെ ഏരിയ ആയിട്ട് സ്ക്വയർ ആയിട്ട് വരുന്നത്. ആദ്യം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, √5 സെൻറ്റിമീറ്റർ സൈഡ് വരാൻ പാകത്തിന് നമ്മൾ സൈഡ്സ് എടുക്കണം. പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ ഒരു സൈഡ് 1ഉം ഒരു സൈഡ് 2ഉം കൊടുത്താൽ 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, അപ്പോൾ 4 + 1 √5 വരും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് എത്ര കിട്ടും? √5 കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ വലിയ നീട്ടത്തിൽ വരയ്ക്കാം കേട്ടോ. 1 സെൻറ്റിമീറ്റർ വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് നേരെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നേരെ എന്താണ് ഒരു പെർപെൻഡിക്കുലർ 2 സെൻറ്റിമീറ്റർ വരച്ചു. ഈ 2 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും ഈ ഡിസ്റ്റൻസ് ആയിരിക്കും കറക്റ്റ് എന്ത് നമ്മുടെ √5 വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ ഇവിടെയും ഇവിടെ വെച്ച് നമ്മളൊരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. എന്നിട്ട് ആ 2 പെർപെൻഡിക്കുലർ ഈ ഡിസ്റ്റൻസ് കോമ്പസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് √5 സെൻറ്റിമീറ്റർ ഏരിയയിലുള്ള ഒരു സ്ക്വയറായി.
സ്ക്വയറിന്റെ ഏരിയ 5 സെന്റിമീറ്റർ വരാകുമ്പോൾ അതിന് വേറെ രീതിയും കൂടെ നമുക്ക് നോക്കാം. 3 ഡിഫറെന്റ് വേസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഈ പൈതഗോറസ് തിയറം അനുസരിച്ച് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 വരികയും ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 വരും. വേണമെങ്കിൽ എഴുതാം നമുക്ക് ഇവിടെ 3ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ 9 മൈനസ് 4 വരും. 9 മൈനസ് 4 √5 വരും. അപ്പൊ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? √5 ആവും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 3 വന്നാൽ 3ന്റെ സ്ക്വയർ വരും. 3ന്റെ സ്ക്വയർ 9, 9ൽ നിന്ന് 2ന്റെ സ്ക്വയർ 4 കുറച്ച് കഴിഞ്ഞാൽ 9 മൈനസ് 4 5 വരും. അപ്പൊ ഈ സൈഡ് എന്ത് വരും? √5 വരും. നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് വെച്ച് എങ്ങനെ നമ്മൾ വരയ്ക്കും നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? 2 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ ആദ്യമേ വരച്ചെടുക്കുക. 2 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചെടുത്തു. ഇനി ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ നേരെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ ലൈന് വെച്ച് ഒരു പെർപെൻഡിക്കുലർ ആദ്യമേ വരച്ചെടുക്കുക. പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് അളന്നെടുത്ത് നമ്മൾ എന്താണ് ആർക്ക് വരച്ചെടുക്കുക. അപ്പൊ ഇവിടെ കുത്തി ഒരു 3 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചെടുത്തു. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 3 സെന്റിമീറ്റർ ഹൈപ്പോട്ടൻസ് വരും. ഇവിടെ 2 സെന്റിമീറ്റർ ആയി. ഇനി ഇതാണ് നമ്മുടെ √5 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത് എന്താണ് ആർക്ക് വരച്ച് നമ്മൾ അവിടെ സ്ക്വയർ എടുത്താൽ മാത്രം മതി. ഇത് ഇവിടെ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ ലൈൻ ഇങ്ങ് നീട്ടി വിടുക. ഈ ലൈൻ നീട്ടി വിട്ടു. ഈ ലൈൻ നീട്ടി വിട്ട് കഴിയുമ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നിടത്തെടുത്ത് നമ്മൾ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അപ്പം ഈ ലൈൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന സ്ക്വയറായി. ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയയും എന്ത് തന്നെയായിരിക്കും? ഇത് √5 ഇൻറ്റു √5 വരും. അപ്പോൾ ആൻസർ ഈസ് 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെയും ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്തതെന്ന് കൂടി പറഞ്ഞു നോക്കാം. ആദ്യം 2 സെന്റിമീറ്റർ AB എന്ന് പറഞ്ഞ ലൈൻ 2 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കാം. അപ്പോൾ 3 സെന്റിമീറ്റർ നമ്മൾ ചുമ്മാ മാർക്ക് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആ പെർപെൻഡിക്കുലർ വരച്ചിട്ട് കോമ്പസ് ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുക, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുക. ഇത് രണ്ടും കൂടെ ഈ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ √5. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് √5 വരുന്നത്. ആ ഡിസ്റ്റൻസ് അളന്ന് നമ്മൾ എല്ലായിടത്തേക്കും എന്താണ് ആർക്ക് വരച്ച കോർഡിനേറ്റ്സ് എല്ലാം പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു സ്ക്വയർ ആയി. ക്ലിയർ ആയല്ലോ?